വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക വ്ളോഗ്സ്. ഗണപതി ഹോമം. ഗണപതി പ്രീതിക്കായി നാളികേരം പ്രധാനമായും മറ്റ് ദ്രവ്യങ്ങളും ചേർത്ത് ഹോമാഗ്നിയിൽ സമർപ്പിക്കുന്ന വഴിപാടാണിത്. ജന്മനക്ഷത്രത്തിന് ഗണപതി ക്ഷേത്രത്തിൽ മാസം തോറും ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ്. ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുന്നതിനും ഇത് നല്ലതാണ്. നിത്യ ഗണപതി ഹവനം ഒറ്റ നാളികേരം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തിലും ഇപ്രകാരം തന്നെ 8 നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യവും ചേർത്ത് അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടത്താം. ഉണങ്ങിയ നാളികേരമാണ് ഹോമത്തിന് ഉപയോഗിക്കുക. പഴം, കരിമ്പ്, തേൻ, ശർക്കര, അപ്പം, മലർ, എള്ള്, കൊട്ടത്തേങ്ങ എന്നിവയാണ് അഷ്ടദ്രവ്യങ്ങൾ. എല്ലാം 8ന്റെ അളവിൽ ചേർത്തും ചിലർ ചെയ്യുന്നു. നാളികേരത്തിന്റെ എണ്ണം കൂട്ടി ഗണപതി ഹോമം വലിയ രീതിയിലും അളവിലും ചെയ്യാവുന്നതാണ്. 108, 336, 1008 എന്നിങ്ങനെയാണ് നാളികേര സംഖ്യ കൂട്ടാറുള്ളത്. ഗണപതി ഹോമത്തിന്റെ 2/3 ഭാഗം ഹോമാഗ്നിയിൽ സമർപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. ഒരു ഭാഗം പ്രസാദമായി വിതരണം ചെയ്യാം. ഗണപതി ഹോമത്തിന്റെ പ്രസാദം ദക്ഷിണ നൽകി വാങ്ങാവുന്നതാണ്. ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്കായാണ് ഗണപതി ഹോമം നടത്തുന്നത്. സമൂഹ പ്രാർത്ഥനയായും ഇത് നടത്താറുണ്ട്. ഐശ്വര്യം ഉണ്ടാവാൻ കറുകക്കൂമ്പ് 3 കൂട്ടിക്കെട്ടി തൃമുദ്രത്തിൽ മുക്കി ഹോമിക്കുക. കറുകനാമ്പ് നെയ്യിൽ മുക്കി ഹോമിക്കുക. ഗണപതി മൂലമന്ത്രം ചൊല്ലി വേണം ചെയ്യേണ്ടത്. മംഗല്യഭാഗ്യം ഉണ്ടാവാൻ ചുവന്ന ചെത്തിപ്പൂവ് നാളം കളഞ്ഞ് നെയ്യിൽ മുക്കി സ്വയംവര മന്ത്രം ഉരുവിട്ട് ഹോമിക്കുക. 7 ദിവസം തുടർച്ചയായി ചെയ്താൽ മംഗല്യഭാഗ്യം സിദ്ധിക്കും. അതിരാവിലെ ചെയ്യുന്നതാണ് ഉത്തമം. സന്താനലബ്ധി മന്ത്രം ജപിച്ച് പാൽപ്പായസം ഹോമിക്കുക. കദളിപ്പഴം നേദിക്കുക. ഭൂമി സംബന്ധമായ പ്രശ്നപരിഹാരം ചുവന്ന താമരമൊട്ട് വെണ്ണയിൽ മുക്കി ഹോമിക്കുക. 9, 18, 108, 1008 ഇപ്രകാരം ധനശക്തി പോലെ ചെയ്യാം. ആകർഷണ ശക്തിക്ക് മുക്കുറ്റിയും തെറ്റിപ്പൂവും തൃമുദ്രത്തിൽ ഹോമിക്കുന്നതും ത്രയംബക മന്ത്രം ചൊല്ലി തെറ്റിയും കറുകയും അശ്വാരൂഢ മന്ത്രം കൊണ്ട് മുക്കുറ്റിയും ഹോമിക്കുന്നത് ഫലം നൽകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.